Audio Jungle. Audio Jungle. പിന്നെ തങ്ങള് റൂമിക്ക് പിടിച്ചോണ്ടിരിക്കും. പിന്നെ അങ്ങനത്തെ അറിയാലോ ദിലീപിനെ കൊണ്ടുവരുന്നത് കൂട്ടുകാരൻ തിന്നറിനോടെയും എനിക്ക് പറ്റിയാണെങ്കിൽ ഒളിച്ചണ്ടിയത് ഒളിച്ചിട്ടും പാത്തണ്ടിയത് പാത്തിട്ടും കൂട്ടണ്ടത് കൂട്ടിയിട്ടും പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴെല്ലാം മനസ്സിലായതോളൂ 2000 വരെ അതിനോളം കുറ്റം അറിയില്ല. അത്രയും കഷ്ടപ്പാടിലാണ് ഞങ്ങള് കിടന്ന് എങ്ങനെയാണ് അങ്ങനെ ഗോൾഡ് പാലസ് പിന്നെ ഗോൾഡൻ പാലസിലാണ് ഞങ്ങൾ റൂം എടുത്തത്. പ്രൈവറ്റ് കേസ് ആക്കാലോ ആരെ പറ്റിയ പറഞ്ഞിട്ട് അറിയില്ലല്ലോ. എന്നോട് ഇന്നലെ അങ്ങനെ സംസാരിച്ചിനി. അപ്പൊ ഞാൻ പറഞ്ഞ എന്നെ കുറിച്ചാണെന്ന് പറഞ്ഞിട്ട് അറിവോടെ വായിച്ചൊന്നില്ല കേസ് കൊടുക്കാലോ. നിന്റെ സെറ്റ് പറച്ചിൽ എനിക്ക് ഇഷ്ടമല്ല, നിന്റെ ചെറ്റത്തരം എനിക്ക് ഇഷ്ടമല്ല, നിന്റെ കോമാളിത്തരം ഇഷ്ടമല്ല. മര്യാദക്ക് കാര്യങ്ങൾ ചോദിച്ചു എന്നോട് പറയാൻ പ്രയാസം കൊണ്ട് പറയാതിരിക്കാനും വയ്യ. കാരണം വെച്ചാല് ഇത് കാര്യപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്കൊക്കെ ഓരോന്ന് കാണിച്ചു കൊടുത്തിട്ട് പൈസ വാങ്ങണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് റേഡിയോനാണല്ലോ ഒരു ഭാഗം മാത്രം. ഇപ്പൊ അങ്ങനെ വാങ്ങണ്ടെങ്കിൽ എന്റെ കൈവല്ലേ, അല്ല വാങ്ങണ്ടെന്ന് വിചാരിച്ചാൽ അത് എന്റെ കൈവല്ലേ. കഴിവാണ്. നീ ചോദ്യം ചെയ്യാനുള്ള അവളെ ചോദ്യം ചെയ്യാനാരാണ്? ഞാൻ പറഞ്ഞത് എനിക്ക് ഇത്ര കറിനോടാണെങ്കിൽ അതും പറയലും പറയും. പിന്നെ നിനക്ക് ഓളെ കൊഴുപ്പോ ഓളെ ചുണ്ടിന് ഓളതെല്ലാം ചോപ്പാട്ടോ. ഞാൻ ഓളത് കാണാത്ത എവിടെ ഇല്ല, എല്ലാം ചോപ്പ് തന്നെയാണ്. കണ്ട് എനിക്കൊരുത്തം കാണിച്ചു തന്നു. ഒരു ഉസുറുമ്പിളില്ലല്ലോ, 3-4 അടിച്ച ഉസുറുമ്പിളില്ല. അത് കാണിച്ചു കണ്ടിട്ടില്ല. മേലെ കണ്ടിട്ടുണ്ട്, താഴത്ത് കണ്ടിട്ടില്ല. കണ്ടു പറഞ്ഞോളോട് രണ്ടാളും കണക്കാണ് കാര്യത്തിൽ ചിലക്കാതെ പോയിക്കോളും ആ കാര്യത്തില്ല. അത് വിട്. എനിക്ക് അവള് കാണിച്ചപ്പോ എനിക്ക് എന്റേത് അറിയോ ഓളത് പറയും കൊറേ കറി അതൊക്കെ കിട്ടണല്ലോ. അപ്പൊ രാഷ്ട്രീയക്കാർക്ക് കാണിച്ചു കൊടുക്കുക അതൊക്കെ അല്ലേ ജന്മത്തിൽ ഓർത്തിട്ടില്ല. പിന്നെ തങ്ങള് റൂമിക്ക് പിടിച്ചോണ്ടിരിക്കും. പിന്നെ ഒരു പ്രാവശ്യമല്ലേ കഴിയുള്ളൂ. നിന്റെ കുട്ടിനെ കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യം നിന്നിട്ട് പിന്നെ ഇപ്പൊ എന്നെ ചെയ്യണ്ടെന്ന് പറഞ്ഞു വരൂലേ? അല്ലെ അതാണ് കൊടുക്കണം. പഠിക്കടാ നീ എന്നോട് ഇപ്പൊ പറഞ്ഞല്ലോ, നിന്റെ കെട്ടിയോളെ കുറിച്ച് ഞാൻ പറഞ്ഞ പോലെയാണല്ലോ നീ വാദിച്ചത്. നിനക്ക് അറിയാലോ ദിലീപിനെ കൊണ്ടുവരുന്നത്. എന്റെ ദിലീപിനെ കൊണ്ടുവരുന്നപ്പോ എന്താ പറഞ്ഞത്? ഇവിടെ ഇരുന്ന് കുറച്ചു നേരം അവിടെ ഇരുന്ന് കുറച്ചു നേരം സിനിമ നടനേ അല്ല ഓളോടില്ലത്. അതിനോളം നീ കെട്ടിയെ കൊണ്ടുവരുക ചെയ്തടാ. ഞാൻ 5000 എന്ന് പറഞ്ഞിട്ടില്ല, 10,000 എന്ന് പറഞ്ഞിട്ടില്ല. 7 ആളുകളാണ് വന്നത്. ഓളടുത്ത് കത്തിരി 2 എണ്ണം ഓളാവുങ്ങി. അതെനിക്കറിയില്ല. 5 എണ്ണം ഞാൻ അടുത്തിരിക്കേനെ. അറിയാം എനിക്ക് അത് സമയം പറഞ്ഞോളൂ. നീ ആരുടെ ചോദിച്ചാല് ഓളോട് അതെല്ലാം പറഞ്ഞ ആറ്റം പോകുമ്പോ ഓള് പൊട്ടിച്ചു. ഓളെന്തിനത് പേടിക്കണെന്നെ? ഓളെന്തിനീ വിറച്ച് കല്ലും കെട്ട് നീലിയാവുന്നത് എന്തിനാണ്? ഓളെ എന്റെ പരമാവധി ഞാൻ സഹായിച്ചു. 1.5 ലക്ഷം ചങ്ങായിന്റെ അടുത്ത് നിന്ന് ചെറിയൊരു ലാഭത്തിന് അങ്ങനെ വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ടൊന്നും ഒക്കെ തികയണില്ല. അവസാനം എന്റെ അമ്മക്ക് എന്താ നമ്പർ കൊടുക്കണേന്ന് ഓൾ എന്തേലും ആയിക്കോട്ടെ. ഇതൊക്കെ ഏതായാലും അതിന്റെ ടീമുമാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു വേണ്ടട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഓൻ പറയാത്തരെ എടാ നീ അല്ലടാ ഓളെ തന്ത ഓളെ കുറിച്ച് അത്ര 100% 5 കണ്ടു എന്ന് പറഞ്ഞാ പിന്നെ ഞാൻ എങ്ങനെ എന്നോട് പറഞ്ഞു? വേണ്ടത് 5 കണ്ടപ്പോ അത് പറയുന്നു. എന്തിനാ കാര്യങ്ങൾ എന്താ തള്ളെ? പിന്നെ ആവശ്യപ്പെട്ടാലും പിന്നെ എന്തിനാണ് ഞാൻ തടയുന്നത്? ഓളെ കമ്പനി അല്ലേ? അത് 3 ആളെ 2 ആളും കൂടി കമ്പനി ഉള്ളൂ. പിന്നെ 2 ആൾ അവളെ സ്വന്തം കമ്പനിയാണ്. കൂട്ടുകാരൻ തിന്നറിനോടെയും എനിക്ക് പറ്റിയാണെങ്കിൽ മോള് പറഞ്ഞല്ലോ പറയുന്നു പറയണ്ടല്ലോ പലതും എന്നോട് പറഞ്ഞു. എനിക്ക് എന്താ കുരുക്കല്ലാത്ത എന്താണ്? ഓളെന്തിനു കല്ലിന്റെ മീഡിയാണ് കൊടുക്കുക ഒരു സാധനം. ഈ 2-2.5 മാസമായിട്ട് ഞാൻ ഓളൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് എന്തിനോട് ഫോൺ വിളിച്ചെടുക്കാത്തത്? എന്തിനോട് ബ്ലോക്ക് ചെയ്തു? ഇന്നലെ വരെ ക്ഷമിച്ചുകൊണ്ടാ സംസാരിച്ചിരുന്നത്. ഇന്ന് ഞാൻ ഗൗരവമായത് എന്താണോ നീ ഓളെ പക്ഷം ചേർന്നിട്ട് മിനിഞ്ഞാന്ന് എന്റെ സംഗതിയും കൂടി ഓള് വിട്ടപ്പോ ഞാൻ അങ്ങനെ കരുതി പഠിച്ചവൻ എന്റെ അടുത്തുള്ള ഫോട്ടോസും വീഡിയോസും അലിയോല് 2 ആളിരുന്ന് ജപിക്കുന്നതും ഇതൊക്കെ ഫോട്ടോസ് കണ്ടിട്ടുണ്ടല്ലോ. കമ്പനി നീ എന്റെ പാപ്പല്ലല്ലോടാ. ഞാൻ ഓളെ നശിപ്പിക്കാൻ കരുതിയിട്ടില്ലേ. ഞാൻ ഓണൊറ്റത്തില് കാണിച്ചു തന്നെ. അത് എന്റേതാണ്. മറ്റുള്ളവർ നാട്ടിക്കാൻ ഞാൻ കരുതിയിട്ടില്ല കേട്ടോ. മാന്യന്മാരാണൊക്കെ അത് നീയാണെങ്കിൽ നാട്ടിക്കൂലേന്. ഈ 5 ആളുകളും അത്യാവശ്യം പവറും പത്രാസും മാന്യന്മാരുമാണ്. ഈ ചേട്ടൻ എങ്ങനെ അയക്കണ ചേച്ചിട്ട് ഓലെ നാട്ടിച്ചല്ല ഓലെ മാത്രം കരുതിയിട്ടാണ് ഈ ചേട്ടനെ വെറുതെ വിടുന്നത്. ഇതെന്താ ഈ മങ്ങാരിയാ ബാപ്പു കേട്ടോ? ഞാനായിട്ട് ഓളെ ഫോട്ടോ പുറത്തു വിടാനോ? ഓള് മധ്യ ജോലി 2 ആൾ ഇരിക്കുന്നത് അല്ല എല്ലാരും ഇരിക്കുന്നുണ്ട്. ഓളി 5 ആളില് 1, 2, 3 അല്ല അതല്ല പറയട്ടെ അതുണ്ട്. പിന്നെ ഓള് ചെറിയ ചെറിയ കൊച്ചുവേലികളുണ്ട്. അത് വരട്ടെ സമയമാകുമ്പോ വരട്ടെ. പിന്നെ സ്ഥലങ്ങളും ഞാനല്ലേ പോലീസിനായാലും അന്വേഷകർക്കായാലും കാണിച്ചു കൊടുക്കണേ. എവിടെ കിടന്നു? അപ്പൊ നീ എവിടെ ഇരുന്നു? അവളെവിടെ ഇരുന്നു? അവനെവിടെ ഇരുന്നു? ഇങ്ങനെയൊന്നും അന്നോടല്ലേ ചോദിക്കുക, എന്നോടാ ചോദിക്കുക. ഇത് കൂടെ വാട്സപ്പിലും കൂടി അല്ല പറഞ്ഞത്, ഫോണിലാണ്. ഞാൻ എന്താ പ്രത്യേകിച്ച് ഈ ഫോണൊക്കെ നിരീക്ഷണത്തിലേക്കാരും. ഓരോ ദിവസം ചെയ്തതാ. ഓളി 2-2.5 മാസം കൊണ്ട് ചെയ്തതാണ് പറയണത്. 7 ആളാണ്
പക്ഷെ 5 നമുക്ക് തെളിവില്ലല്ലോ പറയാം. 2 എനിക്ക് സംശയം മാത്രമേ ഉള്ളൂ. ഇത് കണ്ടത് കണ്ണുകൊണ്ട് 2 കണ്ണുകൊണ്ട്. അതൊക്കെ എന്റെ വീട്ടിൽ എവിടുന്നേലായിക്കോട്ടെ എന്തിനാ നിനക്കറിയുന്നടാ? അത് ആവശ്യമുള്ളവർ വരട്ടെ, അവിടെ കേസ് കൊടുക്കട്ടടാ. അപ്പൊ ഞങ്ങൾ ഉണ്ടാവുമല്ലോ തെളിയിക്കണ്ടടാ. നിങ്ങളൊക്കെ എന്തിനാ അതിന്റെ അടിയിൽ കൂടെ വരുന്നത്? ഇതായിട്ട് എത്ര വർഷമായോ ഇന്ന് വരെ ഒരു മനുഷ്യനെ കാണിച്ച് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ മനുഷ്യനെ കാണിച്ച് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയോ? നല്ല തന്തിയും തള്ളയെ വളർത്തിക്കുന്നു. ഒളിച്ചേണ്ടിയത് ഒളിച്ചിട്ടും പാത്തേണ്ടിയത് പാത്തിയിട്ടും പൂത്തേണ്ടത് പൂത്തിയിട്ടും പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് കൈ കൊടുക്കുക അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചും കൊടുക്കുക. അങ്ങനെ ഞാൻ എന്തുകൊണ്ടാണ് എന്നോട് അടി കിട്ടുമെന്ന് പറയാൻ കാരണം എന്താ പറയുക? 5 ആൾക്കാർ ഇങ്ങനെ ചെയ്തിട്ട് ഇജ്ജ് എന്തുകൊണ്ട് തടഞ്ഞില്ലാന്നാ ഞാൻ ചോദിക്കുന്നത് എന്നോട്. 5-ാമത്തെ ആളെ തടഞ്ഞു. അതായത് ഒന്നായിട്ടെന്ന് ഞാൻ പറഞ്ഞു. ആ ഒന്നില് ഇടക്കിടക്ക് ഫോണിൽ പോയിക്കോ. അയാൾ തന്നെ പറഞ്ഞു നമുക്കൊരു 10 ദിവസം 15 ദിവസം കുടുംബം കാണാം, അങ്ങനെ വേണമെങ്കിൽ പോയിക്കോ. ശരിയല്ല കുറ്റം കുറവുകൾ കണ്ടെത്തി. അതിൽ 2ാമത്തെ സഹിച്ചു, 3ാമത്തെ സഹിച്ചു, 4ാമത്തെ സഹിച്ചു, 5ാമത്തെ പറഞ്ഞു ഇദ്ദേഹം സമ്മതിക്കൂലായിരുന്നു. കാരണം ഒരു തീവ്ര മൈൻഡിലുള്ള ഒരാളാണ്. അല്ലാതെ പോലെ അതെന്താന്നോ ചെറിയ ഇതിനൊക്കെ അവൻ ആരാന്നറിയാൻ വേണ്ടിട്ട് വീഡിയോ കോൾ വരാൻ വന്നു. അതെ എന്താന്നോ ഒരാള് അവന്റെ എന്തോ 7500 മേടിച്ചു. ഇങ്ങനെ ഞങ്ങളോട് സത്യം പറയാട്ടോ, ഞാൻ ഓള് തരാന്ന് പറഞ്ഞു. ഇങ്ങോട്ട് ഓളെ പൈസയും കൊണ്ട് മുങ്ങി. 4-ാം തീയതി ഒരു 1500 കോളങ്ങനെ കളിച്ചു. ഇപ്പോഴെല്ലാം മനസ്സിലായത് ഓള് 2000 വരെ അതിനോളം കുറ്റം പറയില്ല. ഓൾ അത്രയും കഷ്ടപ്പാടിലാണ് മായി. എന്തിനാന്നോ അപ്പൊ ഓള് കാണാനാകേണ്ടിട്ടല്ല. എന്താന്നോ എല്ലാരും ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇതിന് പണി നടക്കുന്നുണ്ട് നിനക്കറിയാലോ. നിങ്ങൾക്ക് തിരിച്ചറിയില്ല. ആണ് തിരിച്ചറിയില്ല, പെണ്ണിന് തിരിച്ചറിയും. അതിമൊക്കെ നല്ലോണം പഞ്ചറയിക്കണം. നോക്കെ രണ്ടും ആർക്കും വീർത്തു വെക്കണം. അപ്പൊ ഇജ്ജും കണക്കാണ് ആ കാര്യത്തിൽ. നിങ്ങൾ 2 ആളും കണക്കാ. ഞാൻ നോണ പറഞ്ഞില്ല. കുട്ടീനെയും കൊണ്ടേ ഞാൻ കാലത്ത് കുട്ടീന്റെ അടുത്തും കേക്കട്ടെ. സജി ഇയാളല്ലേ അജി തോമസ്? ഞാൻ പറഞ്ഞു പിന്നെ ഇങ്ങനെ ഞങ്ങള് കിടന്ന് എങ്ങനെയാണ് അങ്ങനെ ഗോൾഡ് പാലസ് പിന്നെ ഗോൾഡൻ പാലസിലാണ് ഞങ്ങൾ റൂം എടുത്തത്. അതിൽ 106 ഞങ്ങൾ 107 ജോലി ചെയ്യുന്നു. അതാണ് പ്രശ്നമായത്. എന്നാലും ഞാൻ ആരോടും അറിയാം എല്ലാ കാര്യം പറഞ്ഞു. ഒറ്റ പോയിന്റ് നോണ പറഞ്ഞിട്ടില്ല. ഞാൻ മാറ്റർ വായിക്കണ്ട എന്തായാലും. ആ നാളെ എന്റെ ചാനലിൽ കുറെ നല്ല റീച്ചിൽ ഒരു വീഡിയോ വന്നിട്ട് ഇതിൽ എന്റെ പേര് നീ അത് വായിക്കുമല്ലോ. പേരെഴുതിയിട്ടൊന്നുമില്ല, നീ അത് വായിക്കുമല്ലോ. കാരണം നിസാന്റെ സംബന്ധിച്ച കാര്യങ്ങളൊന്നും അതിലില്ലല്ലോ. എന്നെ ചാമ്പല്ലേ വേണ്ട. അങ്ങനെയൊന്നുമില്ല. എന്റെ അതിലില്ലല്ലോ. അതിൽ ആരെ പേര്? അതിൽ കുറെ ആൾക്കാരോട് ആരെന്ന് പറഞ്ഞാല് ഭക്ഷണം കഴിക്കണ എവിടെ സംസ്ഥാന സമിതി അങ്ങ് ഏക ആയിട്ട് ഞാനുള്ളൂ. അല്ല അതിലെന്താ പിന്നെ നിനക്ക് വായിച്ചതല്ല. അതിൽ കുറെ ടീം കച്ചവടം, കുറെ പിന്നെ കള്ളം കച്ചവടം, കഞ്ചാവ് കച്ചവടം എല്ലാം പറയാനോ. ഞാൻ ആ മേട്ടർ വായിക്കും. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇത് ആരെ കുറിച്ച് എന്താ കുറിച്ചൊന്നും അറിയില്ല. എന്തായാലും കേരളത്തിലെ BJP പുഴുക്കത്ത് തുടങ്ങിയെന്ന് അറിഞ്ഞാ. എന്നെ കുറിച്ച് എന്തെങ്കിലും പറയണം. എന്റെ പേരല്ല. നീ അതിൽ അതേപോലെ വായിച്ചു കഴിഞ്ഞാൽ മൂക്ക് കീഴ്പോട്ടായവർക്കൊക്കെ അറിയാതെ എന്നെ കുറിച്ചാണെന്ന്. അങ്ങനെ നീ ആക്കുകയാണെങ്കിൽ ആക്ക്. പിന്നെ എന്താന്ന് വെച്ചാൽ അതിലെന്തെങ്കിലും നീ പറയുന്നതിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് നോക്കിയാൽ മതിയല്ലോ. നമുക്ക് അത് വെച്ചിട്ട് ആർക്കും കേസ് കൊടുക്കാൻ പറ്റില്ല. പ്രൈവറ്റ് കേസ് ആക്കാലോ. ആരെ പറ്റിയാ പറഞ്ഞിട്ട് അറിയില്ലല്ലോ. എന്നോട് ഇന്നലെ അങ്ങനെ സംസാരിച്ചിനി. അപ്പൊ ഞാൻ പറഞ്ഞ എന്നെ കുറിച്ചാണെന്ന് പറഞ്ഞിട്ട് അറിവോടെ വായിച്ചൊന്നില്ല കേസ് കൊടുക്കാലോ. അത് എന്നോടൊന്നും നമുക്ക് തെളിവില്ലല്ലോ. ഞാൻ എന്നെ പറ്റി തന്നെയാണോ ചോദിച്ചത്? നമ്മളിപ്പോ സംസാരത്തില്ല. നീ പറഞ്ഞത് ഏത്? അത് പറഞ്ഞത് അതിനൊന്നും കുഴപ്പമില്ല. അത് എന്നെ പറ്റിയെന്നില്ല. ഞാൻ നിന്നോട് പറഞ്ഞല്ലോ അത് എന്നെ കുറിച്ചാണ്. പിന്നെ നീ അത് കൊടുക്കുമ്പോ പ്രൈവറ്റ് കേസ് ആക്കാലോ. ഗവൺമെന്റ് കേസ് ആക്കാൻ പറ്റില്ല. നിയമപരമായിട്ടുള്ള കേസ് പറ്റില്ല. ഇപ്പൊ എനിക്ക് ഭാരതേട്ടന്റെ പേരിലും എന്റെ പേരിലും പ്രൈവറ്റ് ആയിട്ട് ഞാൻ ഭാഗത്ത് അന്വേഷിച്ച് വക്കീലിനോട് പ്രൈവറ്റ് ആയിട്ട് കേസ് ആക്കിയിടായിരുന്നു. അതായത് എന്തെന്നോ നിയമപരമായിട്ട് കേസ് ഇട്ടാനതില്ല. അപ്പൊ പ്രൈവറ്റ് ആയിട്ട് പോലും വക്കീലിനെ വെക്കും, നമ്മളും വെക്കും. അങ്ങനെ വാസിച്ച് പോക പൈസ ഉണ്ടെങ്കിൽ എന്റെ പേരിലുണ്ടാകുമ്പോൾ എനിക്ക് എന്റെ പേരോ ഫോട്ടോ ഉണ്ടെങ്കിൽ എനിക്ക് പറ്റും. അതുകൊണ്ടല്ലേ പ്രൈവറ്റ് എന്ന് പറഞ്ഞത്. എന്നെ കുറിച്ചല്ല ഞങ്ങൾ പറഞ്ഞാലോ. വേറെ സംസ്ഥാന സമിതി അംഗങ്ങളും അന്വേഷിക്കും. അതാണ് പ്രൈവറ്റ് കൊട്ട. അതൊന്നും മനസ്സിലാക്കി. വേറെ സംസ്ഥാന സമിതി അംഗം ഇവിടെ ഉണ്ടോ നോക്കും BJPന്റെ. ഇല്ലാന്നുണ്ടെങ്കിൽ ഭാരതഭൂഷൺ ആദ്യം 1, 2 കണീസ 3 നീങ്ങും. അപ്പൊ ഞാൻ നോക്കുന്നുണ്ട്. ഞാൻ തീരുമാനിച്ചിട്ടില്ല. പ്രൈവറ്റ് ആയിട്ട് പറഞ്ഞാൽ ചില്ലറ പൈസ അല്ലേ വേണ്ടുള്ളൂ. നമുക്ക് പറ്റി വക്കീൽമാരുടെ ചില്ലറ പൈസ അല്ല. ആയിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല. എനിക്ക് എന്തായാലും അതിലൊരു മാറ്റർ കിട്ടിയപ്പോൾ നമ്മൾ വായിച്ചു. സോഷ്യൽ മീഡിയയിൽ വന്നല്ലേ. ആരെ കുറിച്ച് ആ പേര് വെക്കുകയാണെങ്കിലും ഫോട്ടോ വെക്കുകയാണെങ്കിലും എന്തായാലും കേസ് വരും. ഞാനിപ്പോ നാളെ വായിച്ച അങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ കൂരാട് പാലത്തിങ്ങനെ ബ്ലോഗ് ഒക്കെ ചെയ്യുന്ന ഒരാൾ എന്റെ മുഖം പൊടിച്ചോട്ടില്ല, തോണ്ടിയിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇജ് ആ പാവത്തിന് പിന്നെ ഗൾഫ് പോകാനോ ജുക്ക് തീർത്തില്ലേ? അത് കേസാണ്. കേസിൽ പലതും കൊടുക്കും. കേസിൽ ഒരാളോട് ശത്രു തന്നെ എങ്ങനെയും കൊടുക്കും. അത് ഇജ്ജും കൊടുക്കും, ഞാനും കൊടുക്കും. അല്ല നീ അവിടെ ഉണ്ടായിനോ? ഏത്? നീ അവിടെ മീറ്റിംഗിൽ ഉണ്ടായിനോ? അവിടുത്തെ ആൾക്കാര് പറഞ്ഞു തൊട്ടിട്ടില്ല, ഒന്നും കണ്ടില്ല. ഓല് പറയണല്ലോ എനിക്ക് വിശ്വാസം. അപ്പൊ നീ ഒരു കാര്യം ചെയ്യ്, ആ വിഷയം ഇന്ന് മുതൽ നിർത്തിക്കളാ. ഇജല്ല എന്റെ കുടുംബത്തിൽ കയറണ ചെത്തലേ? അല്ലല്ല, ഞാൻ ഉറപ്പ് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ നിന്റെ അകത്ത് തന്നെ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ കേട്ടതെന്ന് പറഞ്ഞു. ഞാനും കേട്ടതിന് ഞാനും പറഞ്ഞു. അപ്പൊ അത് ഞാൻ പറഞ്ഞു. അതെന്താ എനിക്ക് പറ്റാത്തത്? ഇജ് എന്തോ ഒരു ലഘുലേഖ ഇജ് കേട്ടോ? ഞാൻ കേട്ടോ. അതിനല്ലേ അന്ന് ഞാൻ തിരുത്തി ചോദിച്ചു നമ്മൾ മിണ്ടൂലേ. പക്ഷെ ഞാന് എന്തായി ഒരു ഭാഗം മാത്രം കേട്ട എന്താണ് ഓന്റെ അകത്തേനു. അപ്പൊ അങ്ങനെ ഇവിടെ ഇപ്പൊ മലപ്പുറത്ത് തിളങ്ങിക്കണ ഞാനാണിപ്പോ ഭക്ഷണം കഴിക്കുന്നവർക്ക് അറിയാലോ. എപ്പം ഭരതേട്ടൻ എന്തോ ചെയ്തോട്ടെ, അതിന് നമുക്ക് തീരുമാനം ഉണ്ടാക്കാം.
അല്ലെ തീരുമാനം ആവണ്ട് വിചാരിച്ചോളൂ നിങ്ങൾ. അതിൽ ആ എഴുതിയിൽ എന്തെങ്കിലും ഒരു പോയിന്റ് അവളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ. നിങ്ങളെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ഇടൂല. അത് അല്ലാതെ അവളൊരു വീഡിയോ ചെയ്തു അല്ലെങ്കിൽ ഓളിങ്ങനെ പോസ്റ്റ് ഇട്ടു, തെളിവുണ്ടായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ബ്ലോഗർമാരെ ചെയ്യുമല്ലോ. അപ്പൊ പിന്നെ നമുക്ക് തടയാൻ പറ്റൂല. അപ്പൊ നമുക്ക് നിയമപരമായിട്ട് വല്ലതും നീങ്ങാണെങ്കിലും ഇത് ഭാരതേട്ടനെ കൂട്ടുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ പേരേക്ക് വിളിച്ചിട്ട് കൂട്ടു നിൽക്കല്ലേ? എന്റെ വീട്ടിൽ ഭാരതേട്ടനെയും കമ്മീഷനും വിളിച്ചിട്ട് കണ്ട് ജോലിക്ക് രണ്ടാമത് സൗകര്യം വിളിച്ചിട്ടില്ല കേട്ടോ, വലിഞ്ഞു കയറി ഒന്നാണ് പറഞ്ഞിട്ടും കൂടി ഇല്ല. അങ്ങനെയാണെങ്കിൽ പറയട്ടെ എന്താണോ, അങ്ങനല്ല മയ്യെ പറയണത്. അതായത് 8 കൊണ്ട് വലുതായിട്ട് വിളിക്കുന്നത് ഉറങ്ങിയോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെയൊക്കെയാണല്ലോ അതിന്റെ സൗണ്ട് കേൾക്ക്. ഉറങ്ങിയോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാനിവിടെ കണ്ടൂരുണ്ട്, രാവിലെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ തിരിച്ചു വരണമെങ്കിൽ അപ്പൊ നമുക്ക് നാളെ പറഞ്ഞാ പോരേന്ന് ചോദിച്ചു. അല്ലപ്പോ നിങ്ങൾ ഉറങ്ങിക്കണോ ചോദിച്ചു. ഇല്ല. ഗേറ്റ് അടിച്ചിക്കണോ ചോദിച്ചു. ഇല്ലായിരുന്നു. ഒന്ന് ഞാനോട് വരുന്നുണ്ട്, അത് നിൽക്കാനും കൂടിയല്ലേ പറഞ്ഞത്. ഞാനോട് വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞത്. ഞാനിപ്പോ എന്താ നമ്മളവിടെ ഒരു 8-9 മണിക്ക് ഒരാൾക്ക് വരുന്നത്. നിന്നോട്ടെ വാപ്പൂനി സമ്മതിക്കുമല്ലോ. എങ്ങനെയാണോ എന്റെ പക്കത്താണ് ഇപ്പൊ കേരളം നിലനിൽക്കുന്നത്. എനിക്ക് അറിഞ്ഞോ? അല്ല എന്റെ വാപ്പാന്റെ പക്വതമ്മലേക്കാരും എന്റെ അനാവശ്യം പറിച്ചതിനെ നോക്കാനോട് തീറാ. അതിന് നിനക്കെന്താടാ, നീ കെട്ടി തീർത്തൊന്നാലല്ലോ. നിന്റെ ഫ്രണ്ട് പറഞ്ഞാല് പെണ്ണാണ്, നീ ആണ് ഓള് പെണ്ണു, ഞാൻ പെണ്ണും ഓള് പെണ്ണു, അത്ര ഉള്ളല്ലോ. വേറെ ഒന്നും കുഴപ്പമൊന്നുമില്ല. നിന്റെ എളാപ്പാന്റെ കുട്ടിയല്ല, എന്റെ എളാപ്പാന്റെ കുട്ടിയല്ല. അനക്ക് ബോയ് ഫ്രണ്ട് ഇല്ലേ? അതിനിപ്പോ എന്താണ്ടാണ് ഗേൾഫ്രണ്ട് പാടില്ലേ? ഉണ്ടാവാലോ. നീ റൂട്ട് മാറ്റി തിരിച്ചല്ലേ. ഞാൻ എന്താ പറഞ്ഞോ, ചെറ്റത്തരം എന്നോട് ചോദിക്കാനും പറയാനും വരരുത്. അധിക തമാശ, നിന്റെ കോമഡി, നിന്റെ അടിഞ്ഞ സെക്സ് പറച്ചിൽ എന്നോട് വേണ്ട കേട്ടോ. നിന്റെ സെക്സ് പറച്ചിൽ എനിക്ക് ഇഷ്ടമല്ല, നിന്റെ ചെറ്റത്തരം എനിക്ക് ഇഷ്ടമില്ല, നിന്റെ കോമാളിത്തരം എനിക്ക് ഇഷ്ടമല്ല. മര്യാദക്ക് കാര്യങ്ങൾ ചോദിച്ചു. അല്ലെങ്കിൽ നീ 2 കൊല്ലം പൂളെത്താൻ പോയ പോലെ പൂളെത്താൻ പോടാ. ആയിക്കോട്ടെടി, ഞാൻ പോയിക്കോളാം. പോയിക്കാം. കട്ട് ചെയ്തോളാം. നീ അല്ല എന്റെ ഫോൺ വിളിച്ച് സൗകര്യമല്ല കട്ട് അന്ന് ഞാൻ കട്ട് ചെയ്യുന്നില്ല. ഞാൻ ഇവിടെ പിടിച്ചിട്ടോ. അല്ല എനിക്ക് എന്നടാ അരപ്പിരി ആയിക്കോട്ടെ. എന്നാലും ഫുള്ളുണ്ടെങ്കിൽ നിനക്ക് അരല്ലേ. ആയിക്കോട്ടെ, ഞാൻ സമ്മതിക്കുന്നു. അപ്പൊ നിനക്ക് അങ്ങനെ തോന്നിക്കണ എനിക്കിപ്പോ മാറ്റാൻ പറ്റൂലല്ലോ. നിനക്ക് അറിയാമല്ലോ. എല്ലാരോടും സമ്മതിക്കൂല, നിന്നോട് സമ്മതിച്ചു തരാണ് നല്ലത്. പിന്നെ നീ വാടിച്ചിരിക്കുമല്ലോ നിന്റെ ആ പേക്കറാജി വായ. പേക്കറാജി വായനക്കാരൻ എന്തിനാ ില്ലല്ലോ സുബേറൊക്കെ എന്നോട് വായക്കൂടല്ലേ. നമുക്ക് എന്തെങ്കിലും പറയണ്ടേ പറഞ്ഞു തീർത്തോളൂ. ഞാൻ എനിക്കുള്ള വിളി മെസ്സേജ് വീട്ടിലൊക്കെ ഇന്നത്തോടെ നിർത്തുക. എനിക്ക് 2 കൊല്ലം നല്ല സമാധാനം. ആയിക്കോട്ടെ പിന്നെ ഞാൻ നിർത്തും. ഞാൻ ഇന്നലെ എന്നോട് ഞാൻ പറഞ്ഞു. അല്ല വഴക്കുണ്ടോ? ഞാൻ ഇന്നലെ എന്നോട് പറഞ്ഞു ആയിക്കോട്ടെ നിർത്തി. മെസ്സേജും വീട്ടിലില്ല. എനിക്ക് എതിരെ പറഞ്ഞാൽ എനിക്ക് ഞാൻ പറ്റൂല. ഫോൺ ഓണാക്കി ഇവിടെ കിടക്കാൻ സുബേറെ. ഞാൻ തൊട്ടിട്ടില്ല ഫോണുമേ. എന്റെ കയ്യോ കാലോ ചെവിയോ മൂക്കോ ഒക്കെ തട്ടിയാവോ എനിക്കറിയില്ല. ഞാൻ ഇവിടെ കിടക്കണമെങ്കിൽ എനിക്ക് അല്ല, നീ സത്യ പറഞ്ഞ ചങ്കിനെ വിട്ടു കൊടുത്തോന്ന് ചോദിച്ചാ. നീ സത്യ പറഞ്ഞു ചോദിച്ചാ എനിക്ക് ചങ്കില്ലല്ലോ. എന്റെ ചങ്കിനെ ഞാൻ പറഞ്ഞത്. എന്റെ ചങ്ക് ആരാന്ന് കൂടി അറിയാൻ എനിക്കറിയില്ല. ചങ്ക് പറയാൻ ചങ്ക് ഉണ്ട്. അത് പോയി പിന്നെ അടിച്ച് പിരിഞ്ചാട്ടിലേക്ക് പഴയ ചങ്ക് തെറ്റി പിരിഞ്ഞ ചങ്കിന് വിട്ടു കൊടുത്തു. എന്റെ കാര്യം തീർത്ത പെണ്ണിനെ വീണ്ടും കെട്ടിയെടുക്കും ആരെങ്കിലും. ഞാൻ പറഞ്ഞത് എന്താണോ, അതൊക്കെ കഴിഞ്ഞു. ക്ലോസ് ചെയ്തോലെ പിന്നീട് തിരിച്ചെടുത്തിട്ടില്ല. പെണ്ണുങ്ങളെട്ടോ, ആണുങ്ങളോട് ഞാൻ വേഗം പൊറുക്കും. അതായത് ആണുങ്ങളെ വേഗം തിരിച്ചെടുക്കും കുറച്ച് കഴിഞ്ഞ. പക്ഷെ പെണ്ണുങ്ങളെ തിരിച്ചെടുക്കൂല. ഭരതേട്ടനും പിന്നെ ഓളും റൂമിൽ കടന്നു ഭരതേട്ടൻ പറഞ്ഞില്ലേ കൈജനല്ല എന്റെ പേര്. അപ്പൊ അതിനകത്ത് പറയാൻ പാടുണ്ടെങ്കിൽ തന്നെ ഇനി ഞാനെങ്കിലും പറയും. അത്രത്തോളം ഉണ്ടാവും കച്ചവടം, വറകുംപരിയും മറ്റും മറിച്ചും കുന്നോളം കച്ചവടം, മാന ചേനൊക്കെ പറയണോളെന്താ പറയാത്ത. ഞാൻ ഇത്തരാക്ക് കൂട്ടുനിന്ന് കടന്നു കൊടുത്തിക്കണം, ഇത്തരാക്കോളം അങ്ങനെ അടിച്ചിക്കണം, ഇത്തരാക്കോളം ഇങ്ങനെ അടിച്ചിക്കണം, എന്താ പറയാത്ത. ഞാൻ അങ്ങനെ ചെയ്യില്ല പാപ്പു. ചെയ്യുകയാണെങ്കിൽ തന്നെ അത് അങ്ങനെ അറിയിക്കൂല. സമാധാനമായോ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തപ്പോ? അല്ല ചോദിക്ക, സമാധാനമായോന്ന് ചോദിക്ക. എനിക്ക് എന്താ അപ്പൊ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോഴും കൂടി എനിക്ക് ഇത്ര സങ്കടമില്ല. കാരണം അത് നിങ്ങൾ സത്യ പറഞ്ഞു. ഞാൻ തട്ടം പറഞ്ഞാല് കാര്യമായിട്ട് പുറത്തു പോകുമ്പോഴുള്ളൂ. അതേ അങ്ങനെ ക്ഷമിച്ചു, നിങ്ങൾ പിൻവലിച്ചും ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ പാത്തിച്ചു. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ നാട്ടുകാരിയായ നിങ്ങൾക്ക് എന്നെ കുറിച്ച് ഒരു തെളിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണീല് എന്താണോ നമുക്കൊരു മനസ്സിലുണ്ടാവാം. അതങ്ങനെ ചെയ്തിട്ടല്ലേ വാപ്പയായാലും ആരായാലും. ഇപ്പൊ ഭരതേട്ടനും ചെയ്തിയില് കുഴപ്പമില്ല. കാരണം അവരെന്താളെയും എല്ലാ രഹസ്യങ്ങളും എനിക്കറിയാം. അതെങ്ങാനും പുറത്ത് അറിയുമ്പോഴേക്കും വിചാരിച്ച് ഒരു മുഴ മുന്നേറിഞ്ഞു. പക്ഷെ നിങ്ങളിങ്ങനെ കാട്ടിയപ്പോഴേ ഭയങ്കര സങ്കടമായിട്ടോ. ഫാമിലിയൊക്കെ ഉണ്ട്, എനിക്കുണ്ട് ഫാമിലിയൊക്കെ പറയാം. എനിക്കുണ്ട് ഞങ്ങളാര് കുടുംബങ്ങള്. അങ്ങനല്ലേ പറഞ്ഞത്. കാരണം നീയും ഓളൊക്കെ തെരിയും 2-3 ദിവസമായിട്ട് കുട്ടിയിട്ട് വേദനിച്ച് 2 ഉരുള ചോറ് കഴിക്കണത്. ഇപ്പൊ 3 ദിവസമായിട്ട് 1 ഉരുള ചോറ് കഴിക്കണത്. അത്രയും വേദന ഉള്ളിൽ കൊടുക്കുകയാണ്. കാരണം വെച്ചാല് എന്താണ് ഇപ്പൊ നിന്നെ പറ്റിയ ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ.
പിന്നെ ഈ പണ്ടാറം ഈ ചങ്ങാതി ഭരതേട്ടൻ എന്തേലും നുണ പറഞ്ഞു. അടുത്ത പെണ്ണിന് ഒരു ദിവസം എന്റെ കയ്യിലൊന്ന് കിട്ടിയെങ്കിൽ ഇപ്പോഴും ഒരു കോണിലുണ്ട്, പറ്റ വിട്ടല്ല പറഞ്ഞിട്ട് കോണിലുണ്ട്, അവിടെ ഇവിടെ ഉണ്ട്. ആ ഹൃദയ കോണിൽ എവിടെയോ നിന്റെ ഒരു വിളിയാളം കേൾക്കുന്നു. ആ മധുരമായ വിളിയാളത്തിൽ ഞാൻ എപ്പോഴും വിങ്ങുന്നു, തേങ്ങുന്നു. എന്റെ നീ എങ്ങോട്ട് വാ മുത്തേ എന്ന് ഞാൻ വിളിക്കുന്നു. അങ്ങനൊന്നും വിളിക്കൂല, അതൊക്കെ മടിയാണ്. 4 വർഷത്തിന് ശേഷമൊക്കെ കയറ്റിയുണ്ട്, 5 വർഷത്തിന് ശേഷം, 1 മാസത്തിന് ശേഷം അങ്ങനെ ചേനാണുങ്ങളെ ഞാൻ അങ്ങനെ കൈവിടൂല. പരപുരുഷ ബന്ധം ഉണ്ട് അല്ലേ? അല്ല അങ്ങനെയല്ലേ, ഇപ്പൊ ബാപ്പുനിക്ക് അതിൽ കൊടുത്തേനെ. എനിക്ക് പേര് മാറിപ്പോയി, മാനു എന്നാണ് അയാളെ പേര്. അതിൽ 10 കൊല്ലം മുന്നൊക്കെ എന്നോട് ചോദിച്ചാണ്. ഇപ്പോഴും ഉണ്ട് തോന്നുന്നു അയാൾക്ക് ആ ബിസിനസ്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞല്ലേ, ഹെൽപ്പ് ചെയ്യാനല്ല പറഞ്ഞത്. എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ പോവാം, അങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കാം. പക്ഷെ ഇപ്പൊ അയാൾക്ക് ആ ബിസിനസ് ഉണ്ടാവോന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്കറിയില്ല ഒരു എന്നുവെച്ചാല് 8 or 10 കൊല്ലമായിട്ട് ബന്ധമല്ല ഇപ്പൊ ഞങ്ങള്. നിന്നെ പോലത്തെ ഒരു അലവലാതിനെ വീണ്ടും 2 കൊല്ലം കഴിഞ്ഞിട്ട് എന്റെ തോളില് വെച്ചതേ. ഞാനൊരു കാര്യം പറയട്ടെ, ഒരാള് ഫോൺ വിളിക്കരുത് ഇങ്ങോട്ടൊക്കെ. ഇനി മുതല് എന്റെ ഫോണിലേക്ക് ആവശ്യത്തിനും വിളിക്കണ്ട, അനാവശ്യത്തിനും വിളിക്കണ്ട. ഞാൻ ഇന്ന് നമ്പർ ഡിലീറ്റ് ചെയ്യാണ്. ഇതുവരെ തമാശ. ഇന്ന് മുതൽ എന്റെ വാട്സപ്പും ഞാൻ ബ്ലോക്ക് ചെയ്യാണ്. എന്റെ ഫോണൊപ്പം വിളിക്കരുത്. എനിക്കെതിരെ എവിടെങ്കിലും നീ പറയണ വോയിസ് എനിക്ക് കിട്ടും, അന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരണ്ട് കേട്ടോ.